റിപ്പോർട്ട് ബ്രേക്കിംഗ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നതുവരെ തുടർ നടപടികൾക്ക് പ്രചാരണം നൽകേണ്ടെന്ന തീരുമാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ പട്ടിക തയ്യാറാക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ രഹസ്യമായി സൂക്ഷിക്കാനാണ് നിർദ്ദേശം. അതിനൊപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പാക്കില്ല എന്ന പ്രചാരണം ശക്തമാക്കാനും നീക്കമുണ്ട്. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ഗോപാൽ ശീലാസനൽ. ആദ്യം ചെയ്തതിൽ പാളിച്ചയുണ്ടായി, അത് മുന്നണിക്കുള്ളിൽ നിന്ന് വിമർശനവും തനിക്ക് നേരെ ഉണ്ടായി എന്ന് പൂർണ്ണമായും വിദ്യാഭ്യാസ മന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകം പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ CPIയും കടുപ്പിച്ചു തന്നെ നിൽക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള നടപടികൾ അത് ഇതുവരെ സ്വീകരിച്ചത് എന്താണോ അതൊന്നും പുറത്തറിയേണ്ട എന്ന നിർദ്ദേശം വകുപ്പിന് നൽകി കഴിഞ്ഞോ മന്ത്രി? അതെ സുജ, തൽക്കാലം നിശബ്ദത പാലിച്ച് മുന്നോട്ട് പോകാം PM ശ്രീ വിഷയത്തിൽ എന്നതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്ന തീരുമാനം. കാരണം ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പുറത്ത് അവതരിപ്പിച്ച രീതിയെല്ലാം തന്നെ ചെറിയ തോതിലെങ്കിലും തിരിച്ചടിയായിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ അവസാനിക്കും വരെ ഇനിയുള്ള തുടർ നടപടികൾ അത് എന്താണെങ്കിലും അതിന് പ്രചാരണം നൽകേണ്ടതില്ല. രഹസ്യമായി തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. അതിൽ സ്കൂൾ പട്ടിക തയ്യാറാക്കൽ അടക്കമുള്ള നടപടികൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കണം, അതിൽ പുറത്തു പോകരുത് എന്ന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം തന്നെ ഒതുങ്ങിയ ശേഷം മാത്രം പരസ്യമായ നടപടികളിലേക്കും അറിയിപ്പുകളിലേക്കും കടന്നാൽ മാത്രം മതി. മറുവശത്ത് സർക്കാർ നയത്തിൽ നിന്നൊരു വ്യതിചലനം ഉണ്ടായിട്ടില്ല എന്ന വ്യാഖ്യാനം കൃത്യമായി തന്നെ പൊതുജനങ്ങൾക്കിടയിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ നയത്തിന് കൃത്യമായ പ്രചാരണം നൽകാനും തീരുമാനമായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പാഠപുസ്തകങ്ങൾ മാത്രമേ സ്കൂളിൽ പഠിപ്പിക്കൂ എന്നും ആ പാഠപുസ്തകങ്ങളിലോ പാഠ്യപദ്ധതികളിലോ നയത്തിലോ ഒന്നും തന്നെ ഒരു മാറ്റം വരികയില്ല എന്നും വിശദീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ പാഠ്യപദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടക്കില്ല എന്ന പ്രചരണം ശക്തമാക്കും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഇത് കൃത്യമായി തന്നെ പ്രചരിപ്പിക്കാനാണ് നിർദ്ദേശം. വാർത്താ സമ്മേളനങ്ങളിലൂടെ മാത്രമായിരിക്കും ആ PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നിലപാടറിയിക്കുക. അല്ലാത്ത തരത്തിലേക്കുള്ള ഒരു ഇടപെടലുകളും ഒരു ഉദ്യോഗസ്ഥന്റെയോ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതില്ല എന്നതാണ് നിലവിലെ തീരുമാനം. ഗോപാൽ ശീലാസനലാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.